ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചധികം സ്പെഷ്യലാണ്. യുവി ആദ്യമായിട്ട് ഗ്രാൻഡ് പേരൻസിനെ എന്ന് പറയാൻ പറ്റില്ല, പെറ്റേണൽ ഗ്രാൻഡ് പേരൻസിനെ വിഷ്ണുവിൻ്റെ അച്ഛനെയും അമ്മേനെയും ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവാണ്. ഇവനോട് വർത്തമാനം പറഞ്ഞിട്ട് ശബ്ദം എങ്ങനെ പോകും, ഗീതു എങ്ങനെ വർത്തമാനം പറയാം. നമ്മള് ഡൽഹി എത്തി. നമുക്ക് ഇവിടെ നിന്നുള്ള ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓൾറെഡി ഒരു 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഡൽഹി എത്തിയിട്ടുള്ളത്. അടുത്ത 2 മണിക്കൂറിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് കാലിക്കറ്റിലോട്ടുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് ഉണ്ട്. കിട്ടുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് നല്ലോണം ട്രൈ ചെയ്യണം. വി ആർ ടീം. നമുക്ക് ഇവിടുന്ന് ഓടിയാലേ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊന്ന് ഡൽഹിയാണ് താവളം. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം ഇറങ്ങി, പക്ഷെ സ്ട്രോളർ ഇവിടെ കിട്ടുക, അപ്പൊ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഫ്ലൈറ്റ് ഇറങ്ങി അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 1-1.25 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഭാഗ്യം എന്താണെന്നറിയോ, നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് കയറുന്ന സമയത്ത് നമുക്ക് 2 പേർക്കും ഡയറിയായി കുറച്ച് ബുദ്ധിമുട്ടും, പിന്നെ ഒപ്പം വിഷ്ണുവിന് ബാക്ക് പെയിൻ്റെ ഇഷ്യൂവും. എനിക്ക് C-സെക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസം ആവുന്നല്ലേ ഉള്ളൂ. എനിക്കും അധികം വെയിറ്റ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാത്തിനും എന്താവും നമ്മുടെ കണ്ടീഷൻ ഇവിടെ വന്നിറങ്ങുമ്പോൾ എന്ന് അറിയാത്തത് കാരണം നമ്മളൊരു വീൽ ചെയർ അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒപ്പം ഒരു പോർട്ടർ സർവീസും. വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് കിട്ടിയത്. നമ്മുടെ കാർ സീറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അവസ്ഥ. എന്തൊക്കെ ഇവിടെ ഉണ്ടായേ, ഇനി ആരൊക്കെ എവിടുന്നൊക്കെ വന്നു, എന്തൊക്കെയോ ചെയ്തു. ഞങ്ങളിപ്പോ ലിഫ്റ്റിൽ ഇപ്പൊ മറ്റേ ബോർഡ് ചെയ്യാൻ വേണ്ടി പോകണം. എനിക്കൊന്നും എന്തുണ്ടായേ, അവര് കുഴപ്പമൊന്നുമില്ല. എന്തുണ്ടായത്? എല്ലാ തവണയും ഞാൻ ഫ്ലൈറ്റ് എടുക്കുന്നത് ഓരോരോ കഥയാണല്ലോ. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടായി. സെക്യൂരിറ്റിയിലൊക്കെ ഒരു ചേച്ചി നമ്മൾ ഹെൽപ്പ് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും അവർ ഇങ്ങോട്ട് വന്ന് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് സെക്യൂരിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. പിന്നെ ബാഗ് റീപാക്ക് ചെയ്യാനും ചെറിയ രീതിയിൽ അവരോട് സംസാരിച്ച് നമുക്കൊരു പ്രയോറിറ്റിയിലൊന്ന് എന്താ പറയുക, ഫ്ലൈറ്റ് മിസ്സാവുന്നൊരു പ്രയോറിറ്റിയിലൊന്ന് നമ്മൾ അങ്ങോട്ട് കടത്തി വിടാനും എല്ലാം കൂടെ എവിടെ നിന്നൊക്കെ ഹെൽപ്പ് വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിലും നല്ല മനസ്സിലുള്ള ആൾക്കാരൊക്കെ നല്ല കാര്യങ്ങൾ നടക്കും, നല്ല ചുമ്മാ. സാധാരണ നാട്ടിലോട്ട് വരുമ്പോൾ ഇത്രയും സമയമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ ടയർഡ് ആവാറുണ്ട് കേട്ടോ. ഇത്തവണ നമ്മൾ ക്ഷീണം മുഴുവൻ ഒമാനിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അവിടെ ചെറുതായി ഒരു ഉറക്കമൊക്കെ കിട്ടിയത് കാരണം വലിയ ബുദ്ധിമുട്ടില്ല. യുവിക്ക് 3rd ഫ്ലൈറ്റ് ആയപ്പോഴേക്ക് കുറച്ച് ബോറടിക്കുന്നുണ്ടായിരുന്നു. മറ്റ് 2 ഫ്ലൈറ്റിനേക്കാളും കുറച്ചും കൂടെയൊക്കെ വാശിയൊക്കെ കൂടുതലുണ്ടായിരുന്നു ഈ ഒരു ഫ്ലൈറ്റിൽ. ഞാൻ ഇവനിങ്ങനെ കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഇതൊരു സെൽഫ് എക്സ്പ്ലോറിങ് ടോയ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കയ്യും കാലും ഒക്കെ ഇവർ തിരിച്ചറിയുന്ന ഒരു സമയമാണല്ലോ, വായയിൽ കൈയിടുക അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതിന് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ നോക്കി വായിച്ച് വാങ്ങിയൊരു ടോയ് ആയിരുന്നു ഇത്. ഇവർ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരത്തെ യാത്രയിൽ ആദ്യമായിട്ടാണ് കുറച്ച് നേരങ്ങളിൽ അവൻ എൻ്റെ കയ്യിൽ നിന്ന് മാറിയിരിക്കാൻ വേണ്ടി ഇപ്പോൾ റെഡിയാവുന്നത് കേട്ടോ. തുടക്കത്തിൽ എല്ലാവരും പുതിയ കാര്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സേഫായിട്ട് തോന്നുന്നത് ചിലപ്പോൾ എൻ്റെ അടുത്തായിരിക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കാൻ റെഡിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ ചെറിയൊരു ആശ്വാസം കിട്ടിയത്. എല്ലാ തവണയും നാട്ടിലോട്ട് വരുന്ന സമയത്ത് എനിക്കിങ്ങനെ എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഫ്ലൈറ്റിലിരുന്നാണ് ചെയ്യാറ്. നാട്ടിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എടുക്കേണ്ട വീഡിയോസ്, സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ. അതിനുവേണ്ടി ഇത്തവണ ഞാൻ ഫ്രഷ് ആയിട്ടുള്ളൊരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇത് ആദ്യമായി തുറക്കുന്നത്. എഴുതാനുള്ള അവകാശമൊന്നും ഇപ്പോഴും ഇല്ല, പക്ഷെ തുറക്കാനെങ്കിലും പറ്റിയല്ലോ എന്നാണ് ഞാനിപ്പോൾ ആശ്വസിക്കുന്നത്. ഡൽഹി ടു കാലിക്കറ്റ് ഏകദേശം ഒരു 3 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരുന്നു. യുവി കുറച്ച് ക്രാങ്കി ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്മൂത്തായിരുന്നു. നമ്മളിതേ ഇവിടെ കാലിക്കറ്റ് ലാൻഡ് ചെയ്തു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ ടയേർഡായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ചുറ്റും മലയാളം കേൾക്കുന്നതും ഒപ്പം നമ്മുടെ നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീല് ഭയങ്കര അടിപൊളി ഫീലാണ്. ഇതിനൊക്കെ പുറമെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മയും അച്ഛനും യുവിനെ കാണുന്നതിൽ കേട്ടോ. ഇവർ ഇന്നേ വരെ കാണാത്തത് കാരണേ വീഡിയോ കോൾ വിളിക്കുന്ന സമയത്തൊക്കെ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് വിഷ്ണുവിൻ്റെ പേരൻസ് യുവിനെ മീറ്റ് ചെയ്യുന്നതിൽ. നമ്മളെക്കാളും കൂടുതൽ ഇന്ന് ഇവന് 24 മണിക്കൂർ നീണ്ടു വന്നൊരു യാത്രയായിരുന്നു. നമ്മൾ സിമ്പിളാവുന്ന വിചാരിച്ചത്, പക്ഷെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ നമ്മുടെ പ്ലാനിങ്ങും തെറ്റി, പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയി, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി. പക്ഷെ എന്തായാലും എത്തി. ചിലപ്പോൾ ഇന്ന് ഡൽഹിയിൽ സ്റ്റേ ചെയ്യണ്ടായിരുന്നൊക്കെ വിചാരിച്ചാൽ എല്ലാത്തൊന്നും ഉണ്ടായില്ല. പുറത്ത് എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ വന്നിട്ടുണ്ടോ എനിക്ക് ഉറപ്പില്ല കേട്ടോ. കാരണം വീട്ടിൽ ഞാൻ നല്ല റെനോവേഷൻ ഒരു പണി നടക്കുന്ന കാരണം അവിടെ പണിക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ ചിലപ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അറിയില്ല വന്നിട്ടുണ്ടോ എന്ന്. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. എക്സൈറ്റഡ് ആണോ വിഷ്ണു? ചെറിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പറയാത്തതാണ് അല്ലേ? എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ അവർ കാണുമ്പോൾ എന്താവും എന്നുള്ളത്. എൻ്റെ അച്ഛനുണ്ട്, പിന്നെ അച്ഛനും അമ്മയുണ്ട് കോഴിക്കോട് നിന്ന്. അപ്പോൾ എനിക്ക് ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കും അവർ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്നുള്ളത് ആലോചിച്ചിട്ട്. നിനക്ക് എന്നോട് എക്സൈറ്റ്മെൻറ്റ്, നിനക്ക് അറിയുമോ എന്താ നടക്കുന്നതെന്ന് വല്ലതും? ആരാണ്
പറ്റിയത്? കാഞ്ചേറി ഒളിപ്പിച്ചേക്കട്ടെ. അമ്മ അച്ഛനും തന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല, വന്ന ഭാവം പോലും കാണിച്ചില്ല. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചു നേരം എനിക്കെല്ലാം വളരെ മാജിക്കൽ ആയിട്ടുള്ളത് പോലെയായിട്ട് തോന്നുന്നുണ്ടായിരുന്നത്. എൻ്റെ അമ്മ വരില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ ഒട്ടും തന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തന്നെ അറിയായിരുന്നു അമ്മ വരുന്നത്. അമ്മയ്ക്ക് വീട്ടിലിരിക്കാണ്ട് സമാധാനം ഉണ്ടാവില്ല യുവി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അമ്മയും കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുന്നേ വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് ജലദോഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ കൂടെ അമ്മ പറയുമായിരുന്നു, അമ്മ അത് കഴിക്കുന്നുണ്ട്, ഇത് കഴിക്കുന്നുണ്ട്, ഇവൻ വരുമ്പോഴേക്ക് ജലദോഷം മാറണമല്ലോ എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഈ ഒരു മൊമെൻറ്റിലെത്തി ഇവർ യുവിനെ കാണുമ്പോൾ ഇവർക്ക് തോന്നിയ ഇമോഷനും എനിക്ക് തോന്നിയ ഇമോഷനും എനിക്കറിയില്ല പറഞ്ഞറിയിക്കാൻ വേണ്ടി. എല്ലാം കൂടെ മാജിക്കൽ എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ കുറച്ച് കാലമായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണിത്. അമ്മയുടെ കയ്യിൽ യുവി ഇരിക്കുന്നത്. യുവിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ചുറ്റുമുള്ളത് എന്നുള്ളത് യുവിക്ക് അറിയില്ലല്ലോ. യുവിക്ക് ചെറുതായിട്ട് പരിചയക്കേടുണ്ട് കേട്ടോ, കാര്യമായിട്ടില്ല, ചെറുതായിട്ട്. അച്ഛനെ കുറേ നേരം നോക്കി മനസ്സിലാവാതെ കഴിഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ട് പോകുന്നുണ്ടോ ചെറിയൊരു വിഷമത്തിൽ. ഇവിടെ വന്നാൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്കൊരു ഇൻകംപ്ലീറ്റ് ഫീൽ ആയിരിക്കേ. അതുകൊണ്ട് വന്ന ഉടനെ ഇവന് ചൂടെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ നിന്ന് തന്നെ അവൻ്റെ മുകളിലെ ജംസ്യൂട്ട് അമ്മ മാറ്റുക കേട്ടോ. ശരിക്കും നല്ല ചൂടുണ്ടായിരുന്നു, കാരണം കാലാവസ്ഥ നല്ല വ്യത്യാസം വന്നില്ലേ. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യാൻ മറന്നുപോയി. അതാണ് ഞാൻ കാര്യമായിട്ട് ഗമ്മ ചവച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം എല്ലാവരും ഒന്ന് കണ്ടപ്പോൾ അമ്മ റെഡി ആയിട്ടോ. അങ്ങനെ വലിയ പരിചയക്കേടൊന്നുമില്ല, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കുമല്ലോ അത്. ഞാനൊന്നും ഒരു മൈൻഡും ഇല്ല കേട്ടോ. രണ്ടമ്മമാരും കൂടെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നെ വിഷ്ണുവിനെ. എന്താല്ലേ കാലം ഒരു പോക്ക്. ഇവിടെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ചൂട് കൂടുതലുണ്ട് ഡൽഹിനെക്കാളും. അവിടെ എയർപോർട്ടിൽ എത്ര തോന്നിയിരുന്നില്ല. ഇവിടെ നമ്മൾ നേരെ കാലിക്കറ്റിലോട്ടാണ് പോകുന്നത്, വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട്. ഇത്തവണ എൻ്റെ അമ്മയ്ക്കും അച്ഛനും കുറച്ചധികം സമയം ഇവിടെ ഒപ്പം ആംസ്റ്റർഡാമിൽ നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടല്ലോ. പക്ഷെ അമ്മയ്ക്കും അച്ഛനും ഒന്ന് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വെക്കേഷനിൽ നല്ലൊരു സമയം കാലിക്കറ്റ് നിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം യുവിക്ക് ഗ്രാൻഡ് പേരൻസിനായിട്ട് നല്ലൊരു സ്ട്രോങ് കണക്ഷൻ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് എൻ്റെ ഗ്രാൻഡ് പേരൻസിനായിട്ട് നല്ല കണക്ഷനായിരുന്നു. അതേപോലെ തന്നെ അവരുടെ പ്രസൻസ് എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ലൈഫിൽ എത്ര വാല്യൂസാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസിനായിട്ടും വിഷ്ണുവിൻ്റെ പേരൻസിനായിട്ടും യുവിക്ക് നല്ലൊരു കണക്ഷൻ വേണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. അതിനുവേണ്ടി നല്ല എഫേർട്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കൂടുതൽ ഇനി അവനെയും കൊണ്ട് നാട്ടിലോട്ട് വരിക, 2 പേരൻസിനും അങ്ങോട്ട് കൂടുതൽ വന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ വേണമെന്നൊരു ആഗ്രഹത്തിനേക്കാളും കൂടുതൽ നിർബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതെനിക്ക് ഗംഭീരമായിട്ട് നമ്മുടെ ഹൈവേ. ഇപ്പം നമുക്ക് വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് 40 മിനിറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, 40 മിനിറ്റിലെത്തും. ഗുരുവായൂർ കോഴിക്കോട് 1.5 മണിക്കൂറിലെത്തിയെന്ന്. അപ്പൊ എനിക്ക് വളാഞ്ചേരി കോഴിക്കോട് ഷട്ടിൽ സർവീസ് വലിയ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഇല്ല. നമ്മളങ്ങനെ ഇവിടെ ഡാഡിയുടെ വീട്ടിൽ കയറാൻ പോവാണ്. അമ്മ ആദ്യം ചെന്ന് വിളക്കും നെല്ലും ഒക്കെ എടുത്തിട്ട് വരിക. സ്വഭാവമുള്ള ആവശ്യം വടിയാണ്. നമ്മുടെ ലഗേജ് മുഴുവൻ ഒരുപാടുണ്ട്. അമ്മ മറ്റേ ഞാൻ നേരത്തെ തമാശയ്ക്ക് പറഞ്ഞായിരുന്നു കേട്ടോ യുവിനെ കയറ്റാൻ വേണ്ടി വിളക്കെടുക്കണ്ടേന്ന്. അപ്പം അമ്മ വിളക്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആദ്യമായിട്ട് യുവി ഇവിടെ വീട്ടിൽ വരികയാണല്ലോ, അച്ഛൻ്റെ വീട്ടിൽ. യുവി അച്ഛൻ ഇത് നമ്മുടെ ഭാഗത്ത് എന്തൊരു സ്വീറ്റ് ആയിട്ടുള്ള ഗസ്റ്റർ ആയിരുന്നു എന്നറിയോ. അമ്മമ്മ കണ്ടിട്ട് പറയാ ഇത് വിഷ്ണു തന്നെയെന്ന്. അമ്മ കണ്ടുകൊടുക്കാൻ പറയുന്നത് വിഷ്ണു തന്നെയാണ്. ഇതിൻ്റെ ഒരു അൺപാക്കിങ് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. തൽക്കാലം അവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നാളെ രാവിലെ നമുക്ക് നോക്കാം. ഇത് യുവിനെ കുളിപ്പിക്കാൻ വേണ്ടി അച്ഛനും അച്ഛമ്മയും കൂടെ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ ബാത്തബാണേ. എല്ലാവരും യുവിനെ കണ്ടു. ഇനി ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ, വിശന്നിട്ട് വേഗം തന്നെ കഴിക്കണം. വീട്ടിൽ വന്നപ്പോഴാണ് ഭയങ്കര ക്ഷീണമൊക്കെ, ഇത്രയും നേരം എനർജി ഉണ്ടായിരുന്നൊക്കെ തീർന്ന് ഇനി കുറച്ച് നേരം ഉറങ്ങാനുള്ള ഒരു ആവേശം വരുമല്ലോ, ഒരു ഫീലാണ് ഞാനിപ്പോൾ. കുളി കഴിഞ്ഞ് വന്നു, നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചപ്പോൾ നല്ല സുഖം. അവിടെ ചൂടായതുകൊണ്ടേ നമ്മളധികം ചൂടുവെള്ളത്തിൽ തണുപ്പായതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലാണല്ലോ കുളിക്കണ്ടായിരുന്നത്. പക്ഷെ എന്തൊക്കെയായാലും നമ്മൾ നാട്ടിൽ വന്നാൽ നമ്മുടെ നാട്ടിലെ പച്ചവെള്ളത്തിലുള്ള കുളി ഇസ് എ കുളി. അപ്പോൾ
അപ്പം അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഇന്നലെ വീഡിയോ പ്രോപ്പറായിട്ട് അങ്ങോട്ട് എൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അവസാനമായപ്പോൾ കുറച്ച് പാനിക്കായിപ്പോയി. കാരണം ഞാൻ ലാസ്റ്റ് ബിറ്റ് എടുത്തില്ലേ നല്ല കുളിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞപ്പോൾ ഇവൻ അങ്ങോട്ട് ഭയങ്കര കരച്ചിൽ തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഉറക്കി മുഴുവൻ ഉറങ്ങുന്നില്ല, പിന്നെ എണീറ്റ് കരയുക, എന്താന്നുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാനും വിഷ്ണു കുറച്ച് ടെൻഷനായി. ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ ആലോചിച്ചു. കാരണം ഇന്നേ ഇവൻ അങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ല കേട്ടോ. നിർത്താതെ കരയുക രാത്രി. നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഇയർ പ്രഷറിന്റെ ബുദ്ധിമുട്ട് പിന്നെയും കുറച്ച് നിൽക്കുന്നതാണോ? കാരണം ഫ്ലൈറ്റിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോ ഇനി ചൂട് വെതർ മാറിയതിൻ്റെയാണോ, പുതിയ ആൾക്കാരെ കണ്ടതിൻ്റെയാണോ, എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യല്ല. ഭയങ്കര കരച്ചില്. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മറന്നുപോയി എന്ന് മനസ്സിലാക്കിയത്. അവര് നമ്മൾ കാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ വിളിക്കണ്ടോ പറഞ്ഞു വന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മൾ കാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ വിശക്കുന്നുണ്ടെന്ന് വിചാരിച്ച് കാറ് സൈഡാക്കി നമ്മൾ കുറച്ച് ഫീഡ് ചെയ്ത് വീട്ടിൽ വന്നു. ബാക്കി പിന്നെയും നമ്മൾ പാല് കൊടുത്തു. അപ്പോൾ മുഴുവൻ കുടിച്ചില്ല, ഭയങ്കര കളിയിലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് അവൻ ഉറങ്ങിയത്. എണീറ്റ് കഴിഞ്ഞ് കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ വിശക്കുന്നുണ്ടാവുമോ എന്നുള്ളത് ചിന്തിച്ചില്ല. അതല്ലാതെ ബാക്കി കുറേ കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കത്തുന്നത്. നേരത്തെ അവൻ പാല് മുഴുവൻ കുടിച്ചിട്ടില്ലല്ലോ, ഇനി എൻ്റെ വിശപ്പായിരിക്കുമെന്ന്. പാല് കൊടുത്തതും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. കുടിച്ചു, 2 ചിരി ഞങ്ങൾ രണ്ടുപേരും നോക്കി തന്നു, പിന്നെ കിടന്നങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ ഒരു പാനിക് സിറ്റുവേഷനിലായിരുന്നു ഞാൻ ആ ലാസ്റ്റ് ബിറ്റ് എടുത്തതിന് ശേഷം. അതിനുശേഷം എനിക്ക് പ്രോപ്പർലി വ്ളോഗ് എൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ അതിപ്പോൾ നന്നായില്ലേ, ഞാൻ അതുകൊണ്ട് ഇന്നും കൂടെ എൻഡ് ചെയ്യാൻ വേണ്ടി ചെറിയ ഒരു ഇവിടുത്തെ വന്നിട്ടുള്ള സെറ്റിലിംഗ് ഫേസും കൂടെ ചെറുതായിട്ടൊന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യുവി താഴെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അവൻ നേരത്തെ എണീറ്റ് താഴെ പോയിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എണീക്കുന്നത്. വിഷ്ണു എണീറ്റ് പോയി ചായയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്ക് ഇനിയും സുഖമായിട്ട് 2 മണിക്കൂറും കൂടെ കിടന്ന് ഉറങ്ങാം കേട്ടോ. പക്ഷെ കുറച്ച് അൺപാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഉറങ്ങാം. മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ്. ഞാൻ ഉണ്ടായിരുന്നല്ല നമ്മുടെ പേരക്കുട്ടറെ കരച്ചില്. അമ്മയ്ക്കൊന്നും വിഷയമില്ലാന്ന്. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് നിൽക്കായിരുന്നു. വിശന്നിട്ടായിരുന്നേ. രാവിലെ എണീറ്റ് മുറ്റത്തൊക്കെ നടക്കാൻ എന്തൊരു രസമല്ലേ. അച്ഛന്റെ ചെടി പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ. ഇത് രാവിലെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ബാക്കിൽ വണ്ടി പോണ ശബ്ദം നല്ലോണം ഉള്ളതുകൊണ്ടേ. ഇത് തറവാട്ടിലെ കാറാട്ടോ, വെല്ലച്ചന്റെ. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ കാർ ഉപയോഗിക്കാറ് വെല്ലച്ചന്റെ കാറാണ്. കാരണം അതധികം അവിടെ വെല്ലച്ചൻ ഡ്രൈവറെ വിളിച്ച് പോകുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണല്ലോ ഉള്ളൂ. അപ്പോൾ 1 മാസത്തേക്ക് വെല്ലച്ചന്റെ ഈ കാറ് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇത് പുതിയതായിട്ട് വെല്ലച്ചൻ മാറ്റിയതാട്ടോ. i20 ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇത് സത്യം പറഞ്ഞ ഡിസയർ. അതെ, വായിക്കാൻ അറിയുന്നോണ്ട് പറ്റി. ഡിസയറാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി അടുത്ത 1 മാസത്തേക്കുള്ള ശകടം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ദോശ. അത് ഞാൻ ഉണ്ടാക്കിയ ദോശയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ചുമ്മാ പറയല്ല, ശരിക്കും. അപ്പോൾ അതിനേക്കാളും എനിക്കിഷ്ടം വിഷ്ണുവിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ദോശ കേട്ടോ. നല്ല പാകത്തിന് നെയ്യും നല്ല കട്ടി കുറഞ്ഞ നല്ല ടേസ്റ്റുള്ള ദോശയാണ്. എന്താ ഒരു മിനിറ്റ് ഇവിടെ നോക്കൂ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയിട്ടാണ് ഈ കാറ് വാങ്ങിയത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാറിൽ കയറുന്നത്. ഞാൻ പറഞ്ഞില്ലേ കാറ് മാറ്റി എന്നുള്ളത്. ഒന്ന് തിരിച്ചിടാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ ഉള്ളൊന്ന് കാണാം വിചാരിച്ച് ഞാനൊന്ന് കയറിയതാ. റോയൽ ടിഷ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വലിയ റിച്ച് ഫാമിലി, റോയൽ ടിഷ്യൂ ഒക്കെ ഉണ്ട്. ശരിക്കും ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയാ മാറിണ്ടാവുക അല്ലേ? ആൾക്കാർ മാറി, മറ്റേ വെതർ മാറി, കാണുന്ന കാഴ്ചകൾ മാറി, രീതികൾ മാറി. ഒരു ദിവസം കൊണ്ട് 6 ആഴ്ച കഴിഞ്ഞതൊക്കെ തിരിച്ച് പഴയ പോലെ ആവൂട്ടാ. മഞ്ഞും തണുപ്പും. അതെ. യുവിക്ക് ഇവിടെ വന്ന് പുറത്ത് മുറ്റത്ത് നടക്കാൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചേരം ഇവിടെയൊക്കെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇത് മതി. ഞാനും അമ്മയും കൂടെ ഡോക്ടറെ അടുത്ത് പോകാൻ നിൽക്കുകയാണ്. ആസ് യൂഷ്വൽ എൻ്റെ പെട്ടി ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് നമ്മുടെ കൊള്ളുവെന്നാ ഇപ്പം എനിക്ക് മുന്നത്തെ ഞാനൊന്നല്ല ഇപ്പത്തെ. ഇതെന്താ ബാബു എന്ന് പറഞ്ഞ പെട്ടി? ബേബി. കന്നഡ വെക്കാത്തോണ്ട് ബേബി ബാബു. ബേബി അതൊരു എന്താ പറയാ, ഭണ്ണാരം.
എനിക്ക് കണ്ണിന് കണ്ടോ മുകളിലൊരു കുരു, ചെറിയൊരു തടിപ്പ് കണ്ടോ, രാവിലെ എണീക്കുമ്പോൾ കുറച്ചും കൂടെ ചീർത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 ദിവസമായി അത് വന്നിട്ട്. അതിനേക്കാളും കൂടുതൽ മറ്റന്നാ ഇവന്റെ പരിപാടി ഉണ്ട്. അതായത് ഇപ്പൊ 2 സൈഡിലും ഗ്രാൻഡ് പേരൻസ് മാത്രമാണ് ഇവനെ കണ്ടിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ക്ലോസ് ഫാമിലി എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുന്ന പോലെ ഒരു പാർട്ടി, അറൈവൽ ഓഫ് യുവാൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ കണ്ണൊന്ന് റെഡിയാക്കണം. നമ്മൾ മരുന്ന് വാങ്ങി വീട്ടിൽ പോവാണ്. മരുന്ന് കടയിൽ ആൾ അമ്മേനോട് ചോദിക്കുക കൊറേ എല്ലാം കണ്ടിട്ട് അപ്പൊ അമ്മ പറയാ അത് നല്ലതല്ലേ ഇവിടെ വരാൻ യോഗ ഇല്ലാത്തതെന്ന്. ഞാൻ അമ്മയുടെ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ടുള്ള കാര്യം കഴിഞ്ഞ തവണ വന്നപ്പോഴും പറഞ്ഞതുപോലെ അമ്മ ഡ്രൈവ് ചെയ്യുന്നുള്ളതാട്ടോ. അമ്മ സ്കൂട്ടിയും അതേപോലെ തന്നെ കാറും വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പം നമുക്ക് പോയി വരാനും ഒക്കെ അതുകൊണ്ട് എന്ത് എളുപ്പമാണ് നോക്കൂ. അങ്ങനെ നമ്മൾ കണ്ണൊക്കെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് തിരിച്ചെത്തിയപ്പോൾ യുവി ഈ ഒരു സറൗണ്ടിങ്സിനായിട്ടൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഴുവനായിട്ടെന്ന് പറയാൻ പറ്റില്ല, പാലുകൂടിയൊക്കെ കുറച്ച് കുറവ് തന്നെയാണ്, ഉറക്കത്തിൻ്റെ സൈക്കിളും തെറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ബെറ്റർ ആയിരുന്നു. കരച്ചിലും വാശിയൊക്കെ കുറച്ച് കുറഞ്ഞു. വിഷ്ണു ആകെ ട്രാവൽ ചെയ്യുന്ന ദിവസം മാത്രമാണ് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വീണ്ടും തിരിച്ച് ജോലിയിലോട്ട് കയറുകയാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് വെക്കേഷൻ എടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നല്ല സിമ്പിളായ ഒരു നാടൻ ലഞ്ചായിരുന്നു കേട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചോറും സാമ്പാറും ക്യാബേജ് ഉപ്പേരിയും പിന്നെ ചീനമുളക് വിനീഗറിലിട്ടതും ഒരു മീൻ വറുത്തതും. ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ വർത്താനം പറഞ്ഞിരുന്ന് ഞാനും അമ്മയും യുവിയും കൂടെ ഒന്ന് പുറത്തു പോകാട്ടോ. ആദ്യമായിട്ട് ഇവിടുത്തെ വണ്ടിയിൽ ഇവൻ്റെ കാർ സീറ്റ് വെക്കുകയാണേ. ഞാൻ പറഞ്ഞില്ലേ അറൈവൽ ഓഫ് യുവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. ഇവൻ ജനിച്ചതിന് ശേഷം ഇവൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെയാണല്ലോ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫാമിലിക്കൊപ്പം ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അറൈവൽ പാർട്ടി യുവിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷനും അതേപോലെ തന്നെ ഇവൻസും എല്ലാം ഞാൻ അവിടെ ഇരുന്ന് ഫോണിലാണ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാണ്. ഇത് കാലിക്കറ്റ് തന്നെയുള്ള സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവരുടെ ബാക്ക് യാർഡൊക്കെ അത്യാവശ്യം നല്ല വലുതാണ്, ഒരു പ്രോഗ്രാം നടത്താൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ പരിപാടി നടത്തുന്നത്. നോക്കി റെഡിയാക്കിയിട്ടമ്മ യുവി ഉറങ്ങുകൊണ്ട് അമ്മ കാറിൽ കാവലായിരുന്നു. എണീപ്പിക്കണ്ടെന്ന് ചോദിച്ചു. നാറ്റുനോറ്റ് ഇന്നൊന്ന് ഉറങ്ങിയിരിക്കുന്നത്. നല്ല സ്ഥലമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ഡെക്കറേഷന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് വരുമ്പോ. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വളകാപ്പിന് ചെയ്ത ഡ്രീം ഇവന്റ്സ് ഇല്ലേ, അവരുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം അന്ന് നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്താണ് നമ്മുടെ അഭിപ്രായം കഴിഞ്ഞ നമ്മുടെ വളകാപ്പിന്റെ ഡെക്കറേഷനെ പറ്റി? അല്ലെ, നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിരുന്നു. എന്റെ റിക്വയർമെന്റ് അതായിരുന്നു. അപ്പൊ പിന്നെ അതെ, ഇത്തവണ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആർഭാടം കയറ്റി പിടിച്ചിട്ടുണ്ട്. കാര്യമായിട്ടല്ല, ചെറുതായിട്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ റോയൽ തീമിലൊക്കെയാണ് ഇത്തവണ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പിന്നെ സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ മൊത്തം ഇനി പരിപാടിക്ക് ആ സ്ഥലം വീണ്ടും ഒന്നുകൂടെ കാണാം. പിന്നെ കോഴിക്കോട് ആകൊണ്ട് ഇത്തവണ നമുക്ക് വലിയ യാത്ര ഇല്ല. അതെ, കഴിഞ്ഞ പ്രാവശ്യം തിരുവരിക്ക് ഞങ്ങൾക്കും യാത്ര ഉണ്ടായിരുന്നു, നിങ്ങൾക്കും യാത്ര ഉണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ ആ സ്ഥലത്തിന് ഒരു പ്രത്യേക വളകാപ്പ് ഭംഗിയില്ലേ? എന്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സ്ഥലല്ലേ, ക്വയർ റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് കണ്ടപ്പോ തന്നെ ഇവിടെ വെച്ചിട്ട് വേണം വളകാപ്പ് എന്ന് ഭയങ്കര ഒരു മനസ്സിലൊരു ഇത് വന്നു. വേറെ കുറെ സ്ഥലം പിന്നെ പോയി കണ്ടെങ്കിലും എനിക്ക് അതിന്ന് മാറാൻ പിന്നെ തോന്നിയില്ല. എന്തോ ചില സ്ഥലങ്ങളും ചില ആൾക്കാരും എങ്ങനെയുള്ള നമുക്കൊരു കണക്ഷൻ കിട്ടും പെട്ടെന്ന്. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ പോകും. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നുള്ളൂ. വീണ്ടും നമ്മുടെ വിശേഷങ്ങളായി പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.